ഡിയേഴ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മേക്കപ്പ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് തന്നെ പറയാമല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ക്ലാസ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ കുറേ പേരുടെ 1 day സെമിനാർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്ലാസ് 3 days അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പേഴ്സണലായിട്ട് നടത്തുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പേഴ്സണലായിട്ട് ഞാനിത് ചെയ്യുമ്പം തന്നെ ഞാൻ വിചാരിച്ചു കുറേ പേരെ വിളിച്ച് ചെയ്യാണ്ടേ. വരുന്ന ഒരു 5 പേരാണോ അല്ലെങ്കിൽ ഒരു 3 പേരാണോ അവർക്ക് അത്ര നന്നായിട്ട് മനസ്സിലാവണം. അവർ നമ്മളെപ്പോലെ തന്നെ നല്ല നന്നായി മേക്കപ്പ് ചെയ്യണം. സോ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഞാൻ ഇന്ന് ഈ ഒരു പ്രൈവറ്റ് ക്ലാസ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 10 പേരോ 15 പേരോ ഒന്നുമല്ല, പ്രൈവറ്റ് ക്ലാസ് ആണ്. മാക്സിമം 5 പേര് അല്ലെങ്കിൽ 5-ൽ താഴെ. ആ വരുന്നവർക്ക് എത്ര നമ്മളിവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അത്ര നന്നായിട്ട് മനസ്സിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചു. അപ്പോൾ എൻ്റെ മോഡലിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്, സ്റ്റുഡൻസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവരൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനെല്ലാം പരിചയപ്പെടുത്താം. വഴിയെ മേക്കപ്പ് ക്ലാസ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വീഡിയോസിലൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, അത്ര സ്പെഷ്യലാണ് ഇന്നത്തെ ഒരു ക്ലാസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവരൊക്കെ വരുന്നെന്ന് തോന്നുന്നു. നമുക്ക് അവരെയൊക്കെ കണ്ടാലോ. അതൊന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഡൗട്ട്സോ അതൊന്ന് ക്ലിയർ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മോഡലും എത്തും. ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണ് നോർമലി ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇതാണ് വേർത്ത് കഴിഞ്ഞാൽ മേക്കപ്പ് പോകുന്നില്ലല്ലോ. അതെ അല്ലേ, ഓക്കെ. അപ്പൊ മേക്കപ്പ് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ചെയ്യുന്ന ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ അത്രയും വേർത്ത് കഴിയുമ്പോൾ മേക്കപ്പ് പോകുന്നത് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും മേക്കപ്പ് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കിൻ പ്രെപ്പിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ്. അപ്പം ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. കാരണം ഞാൻ കുറേ നാൾ മുമ്പ് ഞാൻ കണ്ണൻ എന്ന് പറഞ്ഞൊരു സാറിനെ അറിയാം, മലേഷ്യയിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരന് ഭയങ്കര ബ്രൈഡൽ മേക്കപ്പിൽ അത്ര സൂപ്പർ, അത്ര ഭംഗിയാണ് കാണാൻ. അപ്പോൾ പുള്ളിയുടെ മേക്കപ്പിൽ ഞാൻ പോയപ്പോൾ അവർ സ്കിൻ പ്രെപ്പിങ്ങിന് വേണ്ടി ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പം ഇന്നിവിടെ കാണിക്കുന്നത്. അതെന്ന് വെച്ചാൽ അവരെന്തൊക്കെ ചെയ്തോ, നമ്മൾ ഏതൊക്കെ വെയിലത്ത് പോയോ എവിടെയൊക്കെ പോയോ വേർക്കും, പക്ഷെ മേക്കപ്പിൽ ഒരു ചെറിയൊരു മാർക്സ് പോലും ഉണ്ടാകത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഹൈ എൻഡ് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ചേരണമെന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും നല്ല മാക്കിൻ്റെ പ്രോഡക്റ്റ് ഭയങ്കര നല്ലതാണ്. മാക്ക് നല്ലതാണ്, ഹുദാ ബ്യൂട്ടി നല്ലതാണ്. പിന്നെ ഭയങ്കര സ്വെറ്റിംഗ് ആണ്. ഞാൻ എന്തൊക്കെ ചെയ്താലും സ്വെറ്റിംഗ് ആകുമെന്ന് പറയുന്നവർക്ക് നമുക്ക് ഡെർമയും യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമുക്ക് അത് തന്നെ ഇതിനെ നമ്മളൊരു ബേസ് ആയിട്ട് കൊടുത്തിട്ട് അതിന് മേളിൽ ഇതൊരു ലിക്വിഡ് ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഈവൻ ഡാൻസ് മേക്കപ്പിന് നമ്മൾ അഭിജിച്ചിരിക്കുക ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡെർമ അങ്ങനെ പണ്ട് യൂസ് ചെയ്തിരുന്നു, അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് എന്തോ ഒരു ഇത്. പക്ഷേ ഡെർമ യൂസ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും മേക്കപ്പ് പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. അത് അങ്ങനെ തന്നെ എന്തൊക്കെ ഡാൻസ് കളിച്ചോ എന്തൊക്കെ സ്വെറ്റിംഗ് ആയോ എന്തൊക്കെ ആയാലും അപ്പോൾ ഒരു ബേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡെർമയൊക്കെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആ ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് അല്ല, അത് ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ബ്രൈഡിനെ കണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും, അവളെ മേക്കപ്പ് ഇങ്ങനെ ചെയ്യാം, ഹെയർ ഇങ്ങനെ ചെയ്യാം. അവിടെ പറ്റില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാക്കായിരുന്നു കേട്ടോ, കുറച്ചുകൂടെ സെറ്റാക്കായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചു. കറക്റ്റായിട്ട് ത്രെഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഐ പ്രൈമർ എപ്പോഴും നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഐ പ്രൈമേഴ്സ് യൂസ് ചെയ്യാറുണ്ടാവും, ഉണ്ട്. ഐ പ്രൈമർ നമ്മൾ ഈ സാധനം യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ ഫേസിൽ ഉപയോഗിക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരാറില്ലേ സംടൈംസ്, അത് വരുന്നതിന് കാരണം നമ്മൾ ഐ പ്രൈമർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഐ പ്രൈമർ യൂസ് ചെയ്യുക. അപ്പോൾ ഐ പ്രൈമർ വേണമെങ്കിൽ നമുക്ക് മിക്സർ ഫ്രൂട്ടും വെജ് പീലൊക്കെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സേഫാണ്. ഇപ്പോൾ ചില സാധനങ്ങൾ എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പോൾ ഈ ഒരു മിക്സർ ഫ്രൂട്ടിൻ്റെയും ബനാന മാസ്കും അതൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പപ്പായ മാസ്കും അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര സേഫാണ്. സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഈവൻ ഫേഷ്യൽ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് സലൂണൊക്കെ ഉള്ളതുകൊണ്ട് മസ്റ്റായിട്ട് നമുക്ക് അവരെ വിളിച്ചിട്ട്, കാരണം നമുക്ക് അതിൽ നിന്നൊരു ഇത് കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഉറപ്പായിട്ടും ചെയ്യിക്കണം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ബിഫോർ ഒരു 2-3 days ബിഫോർ തന്നെ അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻ കേസ് ഫേഷ്യൽ ചെയ്യാത്ത ഒരാളാണ്, സ്കിന്നിനൊരു ഡ്രൈനെസ് ഒക്കെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതും കൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ഇംഗ്ലട്ടിൻ്റെ ഈ ഒരു ഡ്യൂറാലൈൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇംഗ്ലട്ട് ചെയ്തു, കൈ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കും. ഓക്കെ അല്ലേ, ഓക്കെ. സാധനം നിങ്ങൾ ചെയ്തില്ലേ പോലും കുഴപ്പമില്ല, ആദ്യം അത്രയും ചെയ്താൽ മതി. ഓക്കെ, അത്രയും ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് ആണോ, ലൈൻ ചെയ്ത് കറക്റ്റ് ആണോ. ചിലപ്പം നമ്മൾ ലൈനറും കൊണ്ട് ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൊക്കെ ചിലപ്പം ഗ്ലിറ്ററൊക്കെ വീണിട്ടുണ്ടാകും. വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് നല്ല ബ്ലാക്കിൽ ലൈൻ ചെയ്യുക, എന്നാലേ മൊത്തത്തിൽ മേക്കപ്പ് കാണാനൊരു ഫിനിഷിങ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷെയ്ഡും ഈ ഗോൾഡനും കൂടെ ലൈറ്റായിട്ട് കൊടുക്കാം. ഓക്കെ,
നമ്മൾ കുറച്ച്, കാരണം ഓർണമെന്റ്സ് ഒക്കെ എന്തായാലും ഗോൾഡ് ആയിരിക്കുമല്ലോ. ഇരിക്കുക വെച്ച് പിടിച്ച് ചേച്ചി ഒന്ന് പിടിച്ചേ. ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സെൻറ്റർ കുറച്ച് ഹെയർ എടുത്തിട്ട് നമുക്ക് എന്തോരം ലെങ്ത് വേണോ അതിനനുസരിച്ച് ബാക്കിൽ ഹെയർ എക്സ്റ്റൻഷൻ ഫിക്സ് ചെയ്യാവേ. അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്താലും മതി. അത്യാവശ്യം എല്ലാ ബ്രൈഡിനും നിങ്ങൾക്ക് അങ്ങനെ ഒരു എഫക്റ്റ് വേണം, ഐ മേക്കപ്പ് ഒക്കെ ഒന്ന് ഷാർപ്പായിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം സൈഡിൽ വെച്ചിട്ട് ഇതൊക്കെ ഈസി മെത്തേഡ്സാണ്. പിന്നെ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ നന്നായിട്ടൊന്ന് ഇങ്ങനെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ അപ്പം ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു ഗ്ലിറ്റർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ആ ഗ്ലിറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ മാക്കിൻ്റെ ഞാൻ കാണിച്ചില്ലേ സോഫ്റ്റ് ജെൻറ്റിൽ ഫോർ ഫെയർ സ്കിൻ, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. പുറത്തേക്ക് വല്ലതും വന്നു അപ്പം വേണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം ഒന്ന് സ്മഡ്ജ് ചെയ്യാം, കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോ ഇട്ടിട്ട് ലൈൻ മാറ്റിയിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്താലും മതി. ഓക്കെ ഓക്കെ വിട്ടോ, അവിടെ മാത്രം കണ്ടോ നല്ല കേൾസ് കിട്ടി. ഓക്കെ, ഒരെണ്ണം കൂടെ ചെയ്തോ. ഇങ്ങനെയാണ് കേളർ വേണ്ടത്. ആ യെസ്, അത്രയും കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇറങ്ങി വരാം. ഓക്കെ, കൈ പൊള്ളല്ല, സൂക്ഷിക്കണം. അധികം വലിയോ ആക്കിക്കോ, കുറച്ചുകൂടി ഇങ്ങനെ ആക്കാം. ഇതൊക്കെ ഇട്ട് തന്നെ പറയുക, ഇട്ട ഉടനെ അപ്പം തന്നെ നമ്മൾ ഇതും കൂടെ ബ്ലെൻഡ് ചെയ്യണം, കാരണം ഇത് കൺസീലർ അല്ലേ, ഇത് പെട്ടെന്ന് ഡ്രൈ ആയി അവിടെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ അപ്പം തന്നെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നോർമലി ഇനി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.